ഇന്നലെ പിണറായി വിജയനെ കണ്ടായിരുന്നോ മാധ്യമങ്ങളുടെ മുന്നിൽ? അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, ചെറിയ കൂനും മുഖത്തൊരു കൽപ്പം പാവയ്ക്ക അഴിച്ച ഒരു ഭാവവും. അതായത് ഒരു മാസം മുമ്പ് നമ്മുടെ മുന്നിൽ വന്ന പിണറായി വിജയൻ അല്ല നിലവിൽ. സകല ഭാവഭാരങ്ങളും സ്വന്തം ഉച്ചയ്ക്ക് തന്നെ വന്നു വീണു. കണ്ടവനും വഴിയെ പോയവനും എല്ലാം കയറി ഇവൻ ചീത്ത വിളിക്കാതെ പിണറായി വിജയനെ അടിമകൾ മുഴുവൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, അടിമ വിപ്ലവം നടക്കുകയാണ്. അതായത് കൊട്ടാര വിപ്ലവം നടക്കുകയാണ്. അതിനിടയ്ക്ക് ഒരുത്തൻ അപ്പുറത്തെ പാർട്ടി വിപ്ലവം ഉണ്ടാക്കാൻ പോയി, കണ്ടില്ലേ? ഫ്ലക്സ് കൊണ്ടുവച്ചു. ഈ അന്തം കമ്മികൾ എന്തുകൊണ്ട് CPM-കാരെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഇതിനൊക്കെ ഉത്തരം. കാശ് മുടക്കി കടിക്കുന്ന പാർട്ടി അവസ്ഥ. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതായത് ഞങ്ങളുടെ അവിടെ കൊട്ടാര വിപ്ലവം നടക്കുകയാണ്. ഈ കൊട്ടാര വിപ്ലവം നടക്കുന്നതൊന്ന് ശമിക്കണമെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് വിപ്ലവം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് എന്തായാലും അന്തിമമായ വിപ്ലവം വരിക എന്നുള്ളതാണല്ലോ ഇവിടെ. എന്തായാലും ശരി, ഒറ്റ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി വിജയന്റെ വീഴ്ച അഗാധതയിലേക്കായിരുന്നു. അതെ അതെ അതെ, ആരും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയായി. സാധാ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ ഇയാൾക്ക് തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. സ്വാഭാവികം മാത്രം. അപ്പൊ ഈ ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അങ്ങേര് എവിടെ, ഡൽഹിയിലായിരുന്നു? ഡൽഹിയിലാണ്. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കണം, MP ഗോവിന്ദനും കൂടെയുണ്ട്, ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അതെല്ലാം സെക്രട്ടറിയോട് ചോദിക്കും. ഇങ്ങനെ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കൂ എന്ന് പിണറായി വിജയൻ അയാളുടെ ഈ 10 വർഷ കാലയളവിൽ ആദ്യമായി വിചാരിക്കും, ദൈവമേ എന്നോടോ ഞാനോ എന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പൊ സിനിമയിലെ കാണുന്ന MP ഗോവിന്ദൻ ഞാനല്ല, താനങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, സഖാവങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയും. ജനറൽ സെക്രട്ടറി ആയിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി കസേര പോയി. പിണറായിയുടെ അദമ്യമായ ആഗ്രഹം പ്രതിപക്ഷ നേതാവ് കസേര കിട്ടണമെന്നാണ്. അതില്ല, അതുകൂടി ഇല്ല, അയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കസേര കിട്ടിയേ പറ്റും. പുള്ളി അതിനെ അതിയായി ആഗ്രഹിക്കും. കൊടിവെച്ച കാരനെയും ഔദ്യോഗിക വസതിയിലെ സൗജന്യ ജീവിതവും ഒക്കെ അദ്ദേഹം ആസ്വദിച്ചു പോയി. അതിയായി പിണറായി ആഗ്രഹിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടണം എന്നതിനെ കുറിച്ച്. കാരണം ആ 40 വണ്ടി ഇല്ലെങ്കിലും 1-2 വണ്ടിയെങ്കിലും ചിലപ്പോൾ എസ്കോർട്ടും പൈലറ്റും ഒക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്ന പഴയ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ആളുകളൊക്കെ തന്നെ H7-നും PKV ഒക്കെ ട്രാൻസ്ഫർ ബസ്സിലാണ് യാത്ര ചെയ്യാറുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി. അതെ, അതുപോലെ ഈ മാത്യു ടി തോമസ് എന്ന് തോന്നും എങ്കിൽ പോലും അദ്ദേഹം ഇതുപോലെ KSRTC ബസ്സിലാണ് രാജിവെച്ചിട്ട് തിരുവല്ലയ്ക്ക് പോയത്. KSRTC ബസ്സിൽ കയറി ഒരു KSRTCയുടെ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രാജിവെച്ചത്. ഇത് മറ്റേ പൂച്ചക്കുട്ടി കേസിൽ രാജിവെച്ചിട്ട് ബസ് കയറി പോയത്. അന്നും ഗതാഗത മന്ത്രിയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പക്ഷേ ഇപ്പൊ പിണറായി വിജയന് എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ കേരളം എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത്. വിനയകുനിതനായി മാറി കഴിഞ്ഞു. വിനയകുനിതനല്ല, ഈ തോൽവിഭാരം എല്ലാം കൂടെ വേണം. പുള്ളിക്ക് സ്വതവേ ഉള്ള ആ വാർദ്ധക്യസഹജമായ ഒരു കൂന് കുറച്ചുകൂടി വർദ്ധിച്ചു. കാരണം മുഖത്തും ഉണ്ടായിരുന്ന ആ ധാർഷ്ട്യവും അഹങ്കാരവും അപ്രത്യക്ഷമായി. വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ ചെല്ലാൻ പറ്റില്ലല്ലോ, അധികാരമല്ലാതെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് വെച്ചിട്ട് വീട്ടുകാരെല്ലാം കൂടെ ഇറങ്ങൂലേ? ഇത്രയും നാൾ അവർ ആസ്വദിച്ചല്ലേ. അല്ലെങ്കിൽ ഇത്രയും തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ ക്യാമറയും മൈക്രോഫോണും ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ സാധാരണ പുള്ളി പ്രതികരിക്കുന്നത് ഒന്നീ മാറി നിൽക്കുക, അങ്ങോട്ട് നീങ്ങിക്ക്, അല്ലെ കടക്ക് പുറത്ത് എന്നൊക്കെയാണ്. പക്ഷേ ഇത്തവണ കടക്ക് പുറത്തെന്ന് പറയാനോ ദുർബലമായി പോയി എന്ന് പ്രതിഷേധിക്കാനോ ഒരു വാക്കെങ്കിലും തോൽവിയെക്കുറിച്ച് പറയാനോ അയാൾക്ക് സാധിച്ചിട്ടില്ല. അല്ല, അതാണ് പറയുന്നത്. ഇയാൾ ഇരട്ടച്ചങ്കനാണ്, 3 ചങ്കുണ്ടെന്ന് പറഞ്ഞ ആളിന് പ്രതികരിക്കണം. എന്തുകൊണ്ട് തോറ്റു? ആരെല്ലാം നമ്മളായിട്ട് തോറ്റിട്ടുണ്ട്. ഈ തോറ്റവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തോറ്റു എന്ന് അവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ MA ബേബിയാണ് ഇനി എല്ലാം തീരുമാനിക്കുക. പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും, ജനറൽ സെക്രട്ടറി തീരുമാനിക്കും. ഈ ജനറൽ സെക്രട്ടറി തീരുമാനിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ കർശനമായിട്ട് പിടിമുറുക്കിയിരിക്കുകയാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കണോ വേണ്ടയോ എന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച് ജനറൽ സെക്രട്ടറി തീരുമാനം അറിയിക്കും. ഈ പറയുന്ന ഒരാഴ്ചയായി ഇതുവരെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ പറ്റും. ഇവിടെ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ A. വിജയരാഘവൻ, ഗോവിന്ദൻ മാഷ്. അതെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടിപിടി നടക്കുന്നുണ്ട്. അത് സ്വാഭാവികം. കോൺഗ്രസിന്റെ ശൈലി അതാണ്. അടിയും ഗ്രൂപ്പിസവും തർക്കവും. കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് എന്തോ സാരമായ കുഴപ്പം പറ്റിയെന്നാണ് അതിനർത്ഥം, അല്ലേ? കോൺഗ്രസിന് എന്തോ സാരമായ, അത് നമ്മൾ ആ രീതിയിൽ ആ സെൻസിൽ അങ്ങ് വിട്ടാൽ മതി. പിന്നെ ഇപ്പം അത്യാവശ്യം മരിച്ചു മണ്ണടിഞ്ഞു പോയിരിക്കുന്ന സൈബർ സഖാക്കൾക്ക് ഒന്ന് ട്രോളാനും ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാനും മാത്രം ഈ തർക്കം ഉപകരിക്കുകയുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. മാത്രമല്ല CPI ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തെ മാറ്റണമെന്ന്. പിണറായിയെ മാറ്റണമെന്ന് മാത്രമല്ല, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം, അങ്ങനെ ഒരു നേതൃസ്ഥാനം സത്യത്തിൽ ഭരണഘടനാപരമല്ല. അങ്ങനെ ഒരു സ്ഥാനമേ ഭരണഘടനാപരമല്ല. അത് സത്യമാണ്. ഉപമുഖ്യമന്ത്രി എന്നുള്ളതും ഭരണഘടനാപരമല്ല. ഇത് M. വിജയകുമാർ സ്പീക്കറായിരിക്കുന്ന സമയത്ത്
എം വിജയകുമാർ സ്പീക്കറാണ്. എനിക്ക് തോന്നുന്നു VS ആണോ അന്ന് മുഖ്യമന്ത്രി അന്ന് അല്ല സ്പീക്കറായിരിക്കുന്ന സമയത്ത് നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് AK ആന്റണി പ്രതിപക്ഷ നേതാവാണ്. ഇപ്പൊ ഗ്രൂപ്പുകൾ തുലനം ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പുകളെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി കാർത്തികേയനെ AK ആന്റണിക്കൊപ്പം കസേരയിട്ട് ഒരേ ലെവലിലിരുന്ന് പ്രതിപക്ഷ ഉപനേതാവായിട്ട് അദ്ദേഹമാണ് വെക്കുന്നത്, M വിജയകുമാർ. അല്ല മാത്രമല്ല പിന്നീട് സംഭവിച്ചു കോടിയേരി. അതിനുശേഷം എന്തോ പറ്റി, കോടിയേരിക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുത്തു, അങ്ങനെ കൊടുത്തു. പിന്നെ പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് MK മുനീറായി, അങ്ങനെ ഓരോരുത്തരും ആയി വന്നു. പക്ഷേ ഇതൊരു കീഴ്വഴക്കം സൃഷ്ടിച്ചെടുത്താണ്, അത് ചട്ടപ്രകാരമല്ല. അല്ല യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല, പ്രതിപക്ഷ ഉപനേതാവിന് യാതൊരു കാര്യമില്ല. അതായത് അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. അതായത് ഇവർക്ക് ഈ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ, ഉപനേതാവായി കഴിഞ്ഞപ്പോൾ ഇവരെ കാണാൻ നേതാക്കൾ വരുന്നപ്പോൾ ഒരു മുറി അനുവദിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് മുറി സെപ്പറേറ്റ് അനുവദിച്ചു. അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവിന് ഓരോ മുറിയായി. അസംബ്ലിയിലായിരിക്കും മുറി, അസംബ്ലിയിൽ. പിന്നെ സെക്രട്ടറി അല്ല, അസംബ്ലിയിൽ. ഈ 2021 ഉമ്മൻചാണ്ടിക്കും കൊടുത്തു, മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ. ഇതൊന്നും പക്ഷേ നിയമപ്രകാരമുള്ളതല്ല. ഇതല്ല, ഈ സ്പീക്കറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് സ്പീക്കർ നൽകിയതാണ്. പാർലമെന്റിൽ ഓരോ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷന് റൂം കിട്ടും. അതെ, അവിടെ പാർലമെന്റിൽ. അപ്പൊ ഇപ്പം CPIക്കും നഷ്ടപ്പെട്ട അവരുടെ ശബ്ദം തിരിച്ചു കിട്ടി. ഒരവസരം വന്നപ്പോൾ എല്ലാവരും കൂടെ പിണറായി വിജയന്റെ തോളലോട്ടായി. ഒറ്റയാൾ അതിനാർക്കും കൂടെ നൈസായിട്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, MV ഗോവിന്ദൻ. ഇതിനകത്ത് ഇവര് ഈ കണ്ണൂർ ലോബിയിൽ എല്ലാവരും ഇല്ല, പിണറായി ഗോവിന്ദൻ ടീമാണ് ഈ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വം. അതിന് ആരുടെയും മണ്ടയ്ക്ക് വേറെ വെക്കാൻ നോക്കണ്ട, അത് ഇവര് തന്നെ. ഇതിന് ജനറൽ സെക്രട്ടറി കണ്ണൂരുകാരനല്ലല്ലോ, കൊണ്ടറക്കാരനാണല്ലോ, പ്രാക്കുളമാണല്ലോ. അതെ, പ്രാക്കുളമാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇതിനു മുമ്പ് ഇറങ്ങി കുറേ പാത്രം കഴുകി, കുറേ വീട്ടിൽ പോയി പാത്രം കഴുകി, പാത്രങ്ങളെല്ലാം കഴുകി കമത്തി നല്ല വൃത്തിക്ക് കഴുകി കമഴ്ത്തി വെച്ചു. ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു പടിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാൻഡേറ്റാണ് ജനം കൊടുത്തത്. നിങ്ങൾ വീണ്ടും പോയി പാത്രം കഴുകിക്കോളൂ, നിങ്ങൾ ഭരിക്കാൻ കൊള്ളുകയില്ല, നിങ്ങൾ പാത്രം കഴുകിക്കോളൂ എന്നുള്ളത്. അല്ല ഇത് പിന്നെ പ്രധാനമായും പ്രതിപക്ഷത്ത് 35 പേരേ ഉള്ളൂ. ഈ 35 പേരെ വെച്ചുകൊണ്ട് പിണറായി വിജയൻ അവിടെ എന്ത് ചെയ്യാനാണെന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് സുഖസൗകര്യങ്ങൾ കിട്ടും, ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്നുള്ളതല്ലാതെ ഈ കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ ഇപ്പോഴാണ് ഇവർ ചർച്ചയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ചർച്ചയായി കൊണ്ടുവന്ന വോട്ടിംഗ് മെഷീനിലേക്കായി കൂടുതൽ വോട്ട് ഇതിനകത്തുണ്ടെന്നൊക്കെ പറഞ്ഞ ഓരോ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം നോക്കിയത് ബ്രിട്ടാസ് പറയുന്ന ഈ ചാത്തന്നൂർ കാരണമാണ് ഞങ്ങൾക്ക് ഒരു രാജ്യസഭാ MP പോലും കിട്ടാതെ പോയത്. ഒരാൾ അവിടെ ജയിച്ചിരുന്നെങ്കിൽ 36 ആയതിന്. ഇനി ഇപ്പൊ രാജ്യസഭാ MP കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല ഈ പിന്നെ റഹീമിന് അതല്ലെങ്കിൽ ബ്രിട്ടാസിന് സെക്കൻഡ് ടൈം കിട്ടണ വഴിയില്ല, 5 വർഷം കഴിയണം. അപ്പം ഒരു ഗുണം ഉണ്ടായി. പിന്നെ ഇവർ ഇന്ത്യ മുന്നണി ആയതുകൊണ്ട്, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ ചീത്ത വിളിക്കും, ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് പിന്നെ ആരെങ്കിലും പോയാൽ പോരെ രാജ്യസഭയിൽ. ഡൽഹി ചെല്ലുമ്പോൾ ഒന്നാണ്. അപ്പോൾ അത് പോയാൽ മതിയല്ലോ. അപ്പം എന്താണെങ്കിലും ശരി, പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവിൻ്റെ 10-30 കൊല്ലത്തെ അപ്രമാദിത്വം ഇതാദ്യമായി ചോദ്യം ചെയ്യുക. ഇങ്ങനെ 98 പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അല്ലെ. ചടയ ഗോവിന്ദൻ മരിച്ചതിന് ശേഷം അന്ന് ഇദ്ദേഹം വൈദ്യുതി മന്ത്രിയാണ്, അത് രാജിവെച്ചിട്ടാണ് പാർട്ടി സെക്രട്ടറി ആക്കിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തുടങ്ങിയ ആൾ 2015 വരെ സെക്രട്ടറി അല്ലായിരുന്നു, 16 വരെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ എത്ര വർഷമായി? 28 വർഷമായി അല്ലേ? അതായത് 3 പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ നെടുന്തൂണായിട്ട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയ ആളിന് നേരെയാണ് കൊട്ടാര വിപ്ലവം നടക്കുന്നത്. അത് ലോകത്ത് എല്ലാ ഇത്തരത്തിലുള്ള ഈ ഏകാധിപതികൾക്കും സംഭവിക്കുന്നത് തന്നെയാണ്. പിന്നെ മറ്റു പല വിദേശ രാജ്യങ്ങളെ ആളെ തല്ലിക്കൊല്ലും, ഇവിടെ പിന്നെ അങ്ങനെ സംഭവിക്കില്ല, അവർക്ക് സുരക്ഷിതമായിട്ട് പൊയ്ക്കോളാം. അല്ല ഇതേപോലെ അവിടെ ചൗഷസ്ക്യൂവിനെയും അല്ലെങ്കിൽ ഫെർഡിനൻഡ് മാർക്കോസിനെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്ത പോലെ, അല്ലെങ്കിൽ മുസോളിനിയെ കൈകാര്യം ചെയ്ത പോലെ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യില്ല. അല്ല ഇപ്പോഴും പിണറായി വിമർശിക്കാൻ പാർട്ടിക്കുള്ളിൽ ഭയമുണ്ട്. ഇപ്പോഴും അയാൾ ശക്തനാണോ എന്നൊരു സംശയം അവശേഷിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ അധികാരം കൂടെ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ, ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. അപ്പോൾ അതിൽ അധികാരം വേണം, അധികാരമില്ലാതെ ഇനി ഒരു 5 വർഷത്തിന് ശേഷം എന്തായാലും പിണറായിക്ക് ഒരു സീറ്റിലും വരാൻ സാധിക്കില്ല. 86 വയസ്സായി. അപ്പോൾ ആ സമയത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോഴേ അവശതയാണ്, അതിലേക്കൊന്നും വരാൻ പറ്റില്ല. കാരണം പിണറായി എന്ന് പറയുന്ന ആ ഒരു യുഗം കംപ്ലീറ്റ്ലി ഔട്ടായി. അത് പക്ഷേ ഇത്ര വലിയൊരു പതനത്തോടു കൂടിയാകാം. ഇത് സ്വരം തന്നപ്പോഴേ പാട്ട് നിർത്തുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹം മാറി നിന്നുകൊണ്ട് വേറൊരാളെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ മാറി നിന്നാൽ മതിയായിരുന്നു. എങ്കിൽ അദ്ദേഹത്തിന് ഒരു മാന്യത ഉണ്ടാകുമായിരുന്നു.
ഈ പറയുന്ന തെറി എല്ലാം കൂടെ അയാളുടെ തലയെ വരത്തുമില്ലായിരുന്നു. ഒരു പക്ഷേ പാർട്ടിക്ക് തുടർഭരണവും കിട്ടും. ഇയാളെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിച്ച സ്വന്തം വീട്ടുകാർ ഇനി മാറി എന്ന് കളഞ്ഞിട്ട് പോകുക എന്ന് പറയും. അതെ, അതാണ് എൻ്റെ അവസ്ഥ. പിന്നെ ചെന്നാൽ അങ്ങോട്ട് ഒരു ഗുണമുള്ളത് ഈ രാഷ്ട്രീയ കേസുകളല്ലേ, ഒരു കേസ് പോലും ഇയാൾക്കെതിരെ വരാൻ സാധ്യത ഇല്ല. അതൊന്നുമില്ല. രാഷ്ട്രീയക്കാരെ നമുക്ക് അത്. പക്ഷേ ഇവര് കാണിച്ച പരിപാടി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസ് എടുത്തു. അത് കോൺഗ്രസ്. പക്ഷേ CPM-കാർക്കെതിരെ ഒരൊറ്റ കോൺഗ്രസ്സുകാർ ഭരിക്കാൻ പോകുന്നവർ ഒരൊറ്റ വിഷയത്തിലും കേസുണ്ടാവില്ല. അത് പിണറായിക്കെതിരെ മാത്രമല്ല, ആർക്കെതിരെ, ഒരാൾക്കെതിരെ ഈ പോലീസ് തല്ലിച്ചതച്ചെന്ന് പറയുന്ന യുവാക്കൾക്കെതിരെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. AD തോമസ് എന്ന് പറയുന്ന പോലീസിന്റെ അടികൊണ്ട ജീവിക്കുന്ന രക്തസാക്ഷി നിയമസഭയിൽ ഉണ്ടാകുമെങ്കിൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു വലിയ പതനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഏകാധിപതി എന്നുള്ള നിലയിൽ സത്യത്തിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. വളരെ വലിയ ആഗ്രഹത്തോടെ വന്നതാ. നാട്ടുകാരെ പൈസ എടുത്ത് ഫ്ലെക്സും അടിച്ച് നാട് മുഴുവൻ ഹോർഡിങ്സും വെച്ച് അല്ലാതെ വേറെ ആരുണ്ട്, LDF അല്ല മറ്റാരെന്ന് പറഞ്ഞ് തല വെച്ച അർത്ഥം പിണറായി വിജയനല്ല, ഇവിടെ വേറെ ആരും വേണ്ട എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാൻ വേണ്ടി MA ബേബിയുടെ ദയ കാത്ത് കഴിയേണ്ട ഒരു അവസ്ഥയിലേക്കായി പിണറായി വിജയന്റെ അധപ്പതനം. എന്തൊരു മാറ്റമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത്.